മഴ ദുരിതമൊക്കെ ഒന്ന് കുറഞ്ഞുവെങ്കിലും അവിടുത്തെ ദുരിതം ഒട്ടും ഒഴിയിട്ടില്ല. കാരണം കുട്ടനാടും അതേപോലെ ചെങ്ങന്നൂരും ഒക്കെ വെള്ളത്തിനടിയിൽ തന്നെയാണ്. മടവീഴ്ച കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ കുട്ടനാട്ടിന്റെ ദുരിതം ഇരട്ടിച്ചു എന്ന് തന്നെ പറയണം. ജലനിരപ്പ് ഉയർന്നതോടെ AC റോഡിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഇന്ന് കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും അതേപോലെ തോട്ടപ്പള്ളി പൊഴിമുഖത്തും ഒക്കെ സന്ദർശനം നടത്തും. ജില്ലയിലെ തന്നെ ചില താലൂക്കുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാമ്പൊക്കെ നിലനിൽക്കുന്ന പല സ്ഥലങ്ങളുമായിരിക്കും പ്രത്യേകമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഈ ആലപ്പുഴയുടെ കാര്യം കുറച്ചധികം കഷ്ടമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അമലിന്റെ ഫ്രെയിം കാണുമ്പോഴത്തേനും അവിടെ ചെറുതായിട്ട് മഴ നിൽക്കുന്നുണ്ട്, പുറകിൽ നല്ല വെള്ളക്കെട്ടും കാണാം. ഇപ്പം ഇന്നലെ നമ്മൾ ഈ തിരുവനന്തപുരത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും റോഡുകളൊക്കെ ഇങ്ങനെ റോഡിൽ നിന്നുള്ള വെള്ളം വീടുകളിലേക്ക് കയറിയൊക്കെ വീടിന്റെ പകുതി ഭാഗമൊക്കെ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് മാറ്റമൊന്നും കണ്ടിരുന്നില്ല. അപ്പം ഇന്ന് എന്താണ് ഒരു സ്ഥിതി? ഒപ്പം തന്നെ റവന്യൂ മന്ത്രി ഇന്നിപ്പോൾ ജില്ലയിലുണ്ട്, ക്യാമ്പുകൾ സന്ദർശിക്കും. അപ്പോൾ ഒരു സമഗ്ര വിവരം, ഒരു പൊതുസ്ഥിതി ജില്ലയിലെ എങ്ങനെയാണ് അമൽ? സേതു, ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല നമ്മൾ നിൽക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ആലപ്പുഴയുടെ സ്ഥിതി അത്ര ഗുഡ് മോർണിംഗിലല്ല രാവിലെകൾ തുടങ്ങുന്നതെന്നാണ്. ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് AC റോഡിലാണ്. AC റോഡിൽ ഇതുവരെ ഇല്ലാത്തത്ര വെള്ളമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിന്റെ പ്രധാനമായും കാണുന്നത് എഴുകാട്, മൂലപ്പൊങ്ങമ്പ്ര, അതോടൊപ്പം തന്നെ നെല്ല് ഗവേഷണ കേന്ദ്രം, ഈ പാടശേഖരങ്ങളുടെ എല്ലാം മട വീണിരിക്കുന്നതാണ്. ചെറിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിലുള്ള മടവീഴ്ചയാണ് ഇന്നലെ രാത്രി ഉണ്ടായതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് AC റോഡിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചിട്ടുമുണ്ട്. നമുക്ക് ഏതായാലും ആലപ്പുഴയുടെ ഒരു പൊതുചിത്രം നോക്കിയാൽ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റവന്യൂ മന്ത്രി ആലപ്പുഴയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കുട്ടനാട്ടിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ്. AC റോഡിൽ ഇതുപോലെ വെള്ളം നിൽക്കുമ്പോൾ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നതിന് റിസ്ക് ആണ്, സ്വന്തം റിസ്കിൽ പോകാനാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് കൂടുതൽ സന്ദർശകരെ എത്തുന്നത് തടയുവാനുള്ളൊരു നീക്കമെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഭാഗത്തുനിന്ന് മാലിന്യം കൂടുതലായി നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും നമുക്കിപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കാം. AC റോഡിന് മുന്നിലാണ് അവരുള്ളത്. ഈ വരുന്ന വാഹനങ്ങൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകുവാൻ ഇന്നലെ രാത്രി മുതൽ ഏറെ ഇവിടെ അവർ വിന്യസിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 1 മണിക്ക് തൊട്ട് ഇവരിവിടെ ഉണ്ട്. അതായത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, സാറേ, ഈ ആളുകളൊക്കെ എങ്ങനെ വെള്ളത്തിലൂടെ പോകണമെന്ന് നിർബന്ധ ബുദ്ധിയാലാണോ വരുന്നത്? ഒന്നുമില്ല, ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ അതിന് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ചെറു വാഹനങ്ങൾ നമ്മൾ പോകണ്ട, നിന്ന് പോകാം. വലിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്, തടസ്സമില്ലാതെ പോകുന്നുണ്ട്. ചെറു വാഹനങ്ങൾ അവരുടെ റിസ്കിൽ പോവുകയാണെങ്കിൽ പോവുക, നമ്മൾ തടയുന്നില്ല. ഇത്രയുണ്ട്. മടവീഴ്ച ഉണ്ടായതുകൊണ്ടാണ് AC റോഡിൽ ഇതുപോലെ വെള്ളം മടവീഴ്ച ഉണ്ടാകൊണ്ടാണ് AC റോഡിൽ ഇത്രയും ഇത് വന്നത്. ഈ AC റോഡിൽ ഇത്രയും വെള്ളം പൊങ്ങിയെങ്കിലും അപ്പർ കുട്ടനാട് മേഖലകളിലെല്ലാം ഈ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ രാത്രി ശക്തമായൊരു മഴയൊന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ ഫ്രെയിമിൽ നേരെ നോക്കിയാൽ കാണാം. ആ കാറൊക്കെ എത്രമാത്രം മുങ്ങിയാണ് വരുന്നതെന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവിടുത്തെ ഒരു ജലനിരപ്പ് എത്രമാത്രം ഉയർന്നുവെന്ന്. കഴിഞ്ഞ വട്ടം നമ്മൾ ഈ ഒരു ഭാഗവും കൂടി കടന്ന് അപ്പുറത്തെ ഭാഗത്തായിരുന്നു ചെന്ന് നിൽക്കാൻ നമ്മുടെ ഭാഗത്തിന് പോലും സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത് സാധിക്കാത്തൊരു സ്ഥിതിയാണ് AC റോഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ ചിലരെല്ലാം സ്വന്തം റിസ്കിൽ പോകുന്നുണ്ട്. പല വാഹനങ്ങളും ബ്രേക്ക് ഡൗൺ ആയി ഇപ്പറയും അപ്പറയുമായി കിടക്കുന്നതെല്ലാം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഏതായാലും തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിച്ചു വരികയാണ്. 3 JCBകളാണ് ഇന്നലെ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ എന്താണ് എന്നറിയില്ല. മാത്രമല്ല, ഈ പ്രളയത്തിന്റെ ഈ ഒരു സമയത്ത് പൊഴി മുറിക്കുന്നത് അശാസ്ത്രീയമാണ് എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളെല്ലാം വിദഗ്ധന്മാരുടെയും പ്രാദേശികരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ എല്ലാം ഭാഗത്തുനിന്ന് ഇന്നലെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള അലംഭാവം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്, സർക്കാർ തലത്തിലടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 50ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ട് എന്നാണ്. ആദ്യം അത് 41 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ കൂടുതലായിട്ടും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പല മേഖലകളും, തലവടിയാകട്ടെ, അതെങ്കിൽ മുട്ടാറാകട്ടെ, വെളിയനാകട്ടെ, ഇവിടെ നിന്നൊന്നും വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന സ്ഥിതിയില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നോ ബന്ധു വീടുകളിൽ നിന്നോ തിരിച്ചു വരാനുള്ള സ്ഥിതിയും ഇപ്പോൾ ഇല്ല. പക്ഷേ കുട്ടനാട്ടിൽ നിന്ന് ഈ മഴയ്ക്ക് കുറവുണ്ടായതിൻ്റെ ഒരു ഫലം കാണാനുണ്ട്. അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഈ AC റോഡിൻ്റെ അവസ്ഥയാണ് പ്രശ്നമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പലർക്കും ജോലിക്ക് പോകാനും മറ്റുമായിട്ട് ഈ AC റോഡിനെ ആശ്രയിക്കേണ്ടതുണ്ട്. AC റോഡ് എന്ന് പറയുമ്പോൾ അത് ആലപ്പുഴയും ചങ്ങനാശ്ശേരിയും
ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞതാണ് AC കനാലിൻ്റെ ഒരു ശോചനീയമായ അവസ്ഥ കൂടി ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കൃഷി ആവശ്യവും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ AC കനാലിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ തുറന്നിട്ടുള്ളൂ, മറ്റു ചില ഭാഗങ്ങൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഈ ഭാഗത്ത് ചെളി നീക്കം ചെയ്യണം, ആ കനാലിൻ്റെ ആ ഭാഗം തുറക്കണം എന്നെല്ലാം AC റോഡിൻ്റെ ഇരു കരകളിലും താമസിക്കുന്ന ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമാണ്. പക്ഷേ കുട്ടനാടിൻ്റെ കാർഷിക സമ്പത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ചിലരുടെ താല്പര്യങ്ങൾ കാരണം അത് തുറക്കുന്നില്ല എന്ന് പറയുന്നു. ഏതായാലും അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ടതാണ്, അതിനെല്ലാം നടപടികൾ ഉണ്ടാകേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ KSRTC സർവീസുകൾ നടക്കുന്നു എന്നതാണ് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം. പ്രത്യേകിച്ചും കുറച്ച് വലിയ ഉയർന്ന ബസ്സുകളായതുകൊണ്ട് തന്നെ അതിന് വെള്ളത്തെ മുറിച്ച് കടന്ന് പോകുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രിയദർശിനി ബസ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബസ്സുകളെല്ലാം ഈ ഒരു ദുരന്ത സമയത്ത് സർവീസ് നടത്തുന്നത് തന്നെ വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജലഗതാഗതത്തിന് പേര് കേട്ടതാണല്ലോ ആലപ്പുഴ. അത് കുട്ടനാടിൻ്റെ ആവട്ടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ബോട്ട് ആംബുലൻസ് സർവീസുകൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ബോട്ട് ആംബുലൻസ് സർവീസുകൾ നടത്തുന്നതും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. ഏതായാലും AC റോഡിന്റെ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചെങ്ങന്നൂർ ഭാഗത്ത് ക്യാമ്പുകൾ കൂടുതലായി തുറന്നിട്ടുണ്ട്. ചെങ്ങന്നൂർ MLA ഇന്ന് അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. മറ്റ് പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. ചെങ്ങന്നൂർ തിരുവല്ല മേഖലകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകുന്നാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ശരി, തുടരും. അമലിലേക്ക് ഞാൻ മടങ്ങിയെത്താം.